ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ അരിയുണ്ടയാണ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന അരിയുണ്ടയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണൂ. അതിനാവശ്യമായ സാധനം എന്താണെന്ന് വിചാരിച്ചാൽ മട്ടയരിയാണ്, കുത്തരി. ഈ പാത്രത്തിന് ഒരു പാത്രം, അതിൽ ഫുള്ളായിട്ട് മട്ടയരി എടുത്തിട്ടുണ്ട്. ആ മട്ടയരി നന്നായിട്ട് കഴുകി 3 വെള്ളത്തിൽ കഴുകണം. 3 പ്രാവശ്യം കഴുകി എന്നിട്ട് ഒരു 10 മിനിറ്റ് സമയം അത് ഉണങ്ങാൻ വേണ്ടി വെച്ച് എന്നിട്ടാണ് നമ്മളത് വറക്കണം. അത് ഞാൻ ചട്ടിയിലാണ് വറക്കൽ. ചട്ടിയോ പഴകിയ കലമോ അങ്ങനത്തെ ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് അരി വറക്കുന്നതാണ് നല്ലത്. അലൂമിനിയം പാത്രത്തിൻ്റെ അകത്ത് വറക്കുമെന്ന് പറഞ്ഞാൽ അലൂമിനിയം ചട്ടി വേഗം കാര പിടിക്കും. അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു കറുപ്പ് കുത്തുപോലെ വരും. പെട്ടെന്ന് അലൂമിനിയം പാത്രം കേടായിപ്പോവും. അപ്പോൾ ചട്ടിയിൽ വറക്കുന്നതാണ് ഏറ്റവും നല്ലത്. പഴകിയ ചട്ടി ഉണ്ടെങ്കിൽ അതിൽ അങ്ങനത്തെ ചട്ടികളിൽ വറക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചട്ടി നന്നായിട്ട് ചൂടായിട്ടാകുമ്പോൾ മാത്രമേ അരിയിട്ട് വറക്കാൻ പാടുള്ളൂ. പിന്നെ തീ കുറച്ച് വെക്കണം. കുറച്ച് കഴിയുമ്പോൾ തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ചട്ടീൻ്റെ അടിയിൽ പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചെറിയ തീയിലും പിന്നെ കൂട്ടിയിട്ടും കുറച്ചിട്ടും അങ്ങനെ വെച്ചിട്ട് 2 പ്രാവശ്യമായിട്ട് ഞാൻ അരി മുഴുവൻ വറുത്തെടുത്തു. ഇനി ആവശ്യമായ സാധനം എന്താണെന്ന് വിചാരിച്ചാൽ ആ അരി എടുത്ത പാത്രത്തിന് കണക്കായിട്ട് അതേപോലെ തന്നെ തേങ്ങ, അത്രയും തന്നെ തേങ്ങ എടുക്കണം. ഞാൻ ആ പാത്രത്തിന് ഒരു പാത്രം അരിയും ഒരു പാത്രം തേങ്ങയും, ഏത് പാത്രത്തിനാണോ അരി എടുക്കുന്നത് ആ പാത്രത്തിന് കണക്കായിട്ട് തന്നെ തേങ്ങ എടുക്കണം. പിന്നെ ആവശ്യമായ സാധനം എന്താണെന്ന് വിചാരിച്ചാൽ ഒരു 5-6 ഏലക്കായ് നന്നായിട്ട് കഴുകി അതിനകത്ത് കുരു എടുത്തിട്ട് ആ കുരു നമ്മൾ ഈ അരി പൊടിക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇടുക. എന്നിട്ട് അരി നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കുക. ഞാനിത് 2-3 പ്രാവശ്യമായിട്ടാണ് ഈ അരി പൊടിച്ചെടുത്തത്. ഈ പൊടിച്ചെടുത്ത മുഴുവൻ അരിയും പൊടിച്ചെടുക്കുക. അതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ച ആ ഒരു പാത്രം തേങ്ങ അതിനകത്ത് ഇടുക. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെല്ലം ഞാൻ കുത്തി പൊടിച്ച വെല്ലമാണ് ഇടുന്നത്. അത് എങ്ങനെ കണക്കെന്ന് വിചാരിച്ചാൽ അരിയും തേങ്ങ എടുത്ത് അതേ പാത്രത്തിന് 3/4 ഭാഗം വെല്ലം വേണം. എന്നിട്ട് അതെല്ലാം കൂടി ഈ അരിയും തേങ്ങയും വെല്ലവും കൂടി ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഞെരടി എടുക്കുക. ഞെരടി എടുത്തത് ഈ പാത്രത്തിൽ കാണുന്ന ഇതേപോലെ തന്നെ നന്നായിട്ട് ഞെരടി എടുത്ത് വെക്കുക. ഇപ്പം കാണുന്നുണ്ടല്ലോ, ആക്കിയിട്ട് കാണുന്നില്ലേ, അതുപോലെ ആ വിധത്തിൽ നമ്മൾ ഞെരടി എടുക്കുക. ഞെരടി എടുത്ത് കഴിഞ്ഞിട്ട് എന്ത് വേണമെന്ന് വിചാരിച്ചാൽ അത് മിക്സീൻ്റെ ജാറിലിട്ട് 3-4 പ്രാവശ്യമായിട്ട് അത് നല്ലോണം കറക്കി മിക്സീൻ്റെ ജാറിലിട്ട് നന്നായിട്ട് കറക്കി എടുത്ത് പൊടിക്കുന്നതിനകത്തിട്ട് നല്ലോണം കറക്കി എടുത്തുകൊണ്ടുവരുമ്പോൾ ഇതേപോലെയാണ് ഉണ്ടാവുക, നല്ല കട്ട പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനിത് ഇതേപോലെ കറക്കിയിട്ട് 5 പ്രാവശ്യം കറക്കി, ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല, കുറച്ചിട്ടിട്ട് 5 പ്രാവശ്യമായിട്ട് കറക്കി. ആ ലാസ്റ്റ് ഇടുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഒരു 5-10 അണ്ടിപ്പരിപ്പും കൂടി ഇട്ടു. അത് വറുത്ത അണ്ടിപ്പരിപ്പാണേ. അത് ഇടണ നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് അതിട്ടു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നിലക്കടല ഉണ്ടെങ്കിൽ നിലക്കടല ഇടലുണ്ട്. പിന്നെ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കറക്കി എടുത്ത് കൊണ്ടുവന്നു. ഈ കാണുന്നത് പോലെയാണ് ഉണ്ടാവുക പൊടിച്ച് കൊണ്ടുവരുമ്പോൾ. അത് കഴിഞ്ഞിട്ട് നല്ലവണ്ണം അത് കുഴച്ചെടുത്ത് കയ്യിൽ വാരിയിട്ട് ഒരു കൈയും കൊണ്ടാണ് അത് ബോൾ പോലെ ആക്കി എടുക്കുന്നത്. ഒരു കൈയും കൊണ്ട് നല്ലോണം ഉരുട്ടി നല്ല അമർത്തി ഉരുട്ടണം. ഉരുട്ടിയിട്ടെടുക്കുക. ഞാൻ അതേപോലെ ഉരുട്ടി എടുത്തു. എല്ലാം ബോൾ പിടിച്ച് ഉരുട്ടി നല്ല അരിയുണ്ടയാക്കി. ഈ കാണുന്ന ഇതേപോലെയാണ് ഉണ്ടാവുക. അത് മുഴുവനും ഉരുട്ടി കഴിഞ്ഞ് എല്ലാം പൊറുക്കി പാത്രത്തിൽ വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് കുട്ടിക്ക് 2 ആക്കും ഓരോന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അരിയുണ്ടയാണ് ഈ കാണുന്നത്. അതെല്ലാം ബോൾ പിടിച്ച് വെച്ച് കാണാൻ നല്ല ഇതാണ്, തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി അരിയുണ്ടയാണ്. ഇതിനെക്കൊണ്ട് എനിക്ക് 25 അരിയുണ്ട കിട്ടി. പിന്നെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. കാണാൻ നല്ല രസമുണ്ട്, തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി അരിയുണ്ട. വൈകുന്നേരം ചായക്ക് ഓരോന്നെടുത്ത് കഴിക്കാൻ നല്ലതാണ്. വീഡിയോ കണ്ട എല്ലാവരോടും നന്ദി. വീണ്ടും വരിക എൻ്റെ ചാനലിലേക്ക്, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.